ആക്സിഡൻറ്റ് സ്ട്രക്കായി വഴി ഇരുന്നതാണ്. നമ്മളെ അച്ചായൻ്റെ വണ്ടിയാണ്. അപ്പോൾ വേണ്ട വീട്ടിൽ പോയി വണ്ടി കൊണ്ടുവന്നില്ല, വീട്ടിൽ പോയി കാറോട്ട് ഇളക്കിയിട്ട് വന്നു. ഇതുണ്ട് സ്ലൈഡർ ഇതിനകത്ത് കയറുന്നു സ്ട്രക്കായിപ്പോയി. അപ്പോൾ വണ്ടി വീട്ടിൽ ഇരിക്കുക, അവർ വീട്ടിലിരിക്കുക, ഞാൻ കാറോട്ട് മാത്രം ഇരിക്കൊണ്ട് വന്നു. പുള്ളിക്കാരൻ ഓട്ടത്തിൽ സ്ട്രക്കായി അങ്ങ് വീഴാതെ കാര്യം എന്ന് പറഞ്ഞാൽ മതി, ആയുസിൻ്റെ വില എന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ ആപ്പോട്ട് വിഷമിച്ച് പിടിച്ചു പോയി. അച്ഛൻ പറയുക, താഹാ വണ്ടി കൊടുത്താലോ? വേറെ വേണ്ട അച്ഛാ, നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാ വണ്ടിക്കുള്ള വിഷയമാണ്, പെട്രോളിൻ്റെ ആണ് അച്ഛാ. ഏത് വണ്ടി എടുത്താലും ഈ ഗതി തന്നെ അച്ഛാ. ശരി അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഡബിൾ ഫുഡ് എല്ലാം ഇതാണ് പെട്രോളിൻ്റെ എല്ലാം വിഷയം വരുന്നത്. ഇത് നമ്മളീ രംഗത്ത് ഇനി ഇറങ്ങിയാലേ ഒക്കത്തുള്ളൂ. വർഷാപ്പാരെല്ലാം ഇനി ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. പെട്രോള് അത് കയറി ക്ലാവ് പിടിച്ച് ഇതിൻ്റെ ഇതിൻ്റെ കാറ് മറ്റേത് അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അത് കയറ്റി വെച്ച വണ്ടിയൊന്നുമല്ല, എന്നും ഓടുന്ന വണ്ടിയാണ്. അച്ചായൻ വണ്ടിയിലേ ഒക്കത്തില്ല, എപ്പോഴും അച്ചായ എടുത്ത് രാവിലെയും വൈകിട്ടും ഉണ്ടല്ലേ. ഇതിനൊക്കെ പരുവം കണ്ടില്ലേ. ഓടാത്ത വണ്ടിയെങ്കിൽ നമുക്ക് പറയാം ഓടാത്ത വണ്ടിയാണെന്ന് പറയാം, ഓടാതെ ഇരിക്കുന്നുണ്ടാന്ന് പറയാം. ഇത് ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അല്ല മൊത്തം ക്ലാവായിപ്പോയി, ഒരു പൂപ്പണക്കായിപ്പോയി. ഈ ടെഡ്ഡിയുടെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമുക്കിത് നല്ല ഭംഗിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇച്ചിരി ഡബിൾ ഫോട്ടൊക്കെ അടിച്ച് കുറച്ച് നേരം ഡബിൾ ഫോട്ട് അത് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പോളിഷ് ചെയ്യണം. ഇതിനകത്തെല്ലാം പോളിഷ് ചെയ്ത് സ്ലൈഡറൊന്ന് പോളിഷ് ചെയ്ത് ഇതിനകത്ത് കാണിച്ചാണ്. എന്താ ഇത് കണ്ടാൽ പറയും എടുക്കാതെ നിന്ന വണ്ടിയാണെന്ന് പറയും, ഡെയിലി ഓടുന്ന വണ്ടിയാണ്. ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ വീഡിയോ കിട്ടി അവർ കാണണം. എല്ലാ വർഷാപ്പാരും ഈ ഒരു പരാതി തന്നെ പറയുന്നത്, വേറെ ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, കണ്ടോ ഭസ്മം കണക്കിരിക്കുന്നു. ഇത് വന്ന് അറിയാൻ പോയത് ഈ പെട്രോൾ നമുക്ക് കുപ്പിക്കകത്ത് എടുത്ത് കുറച്ച് ഒരു ദിവസം കൊച്ചു നോക്കി, ഒരു 1-2 ദിവസം കൊച്ചു നോക്കുമ്പോൾ അറിയാം. ഒരാഴ്ച കുപ്പിക്കകത്ത് പെട്രോൾ അടിച്ച് മേടിച്ച് വെച്ച് നോക്കും. പണ്ടൊക്കെ പെട്രോൾ നമ്മൾ മേടിച്ച് വണ്ടിക്കകത്ത് കിടന്നാലും ചീത്താവത്തില്ല, അതിൻ്റെ കളർ മാറത്തേ ഉള്ളൂ. ഇങ്ങനെ ആവത്തൊന്നുമില്ല, അതിൻ്റെ കളർ മാറി ഒരുമാതിരി ചുമന്ന കളർ ആവത്തേ ഉള്ളൂ, ഇങ്ങനെയൊന്നും ആവത്തില്ല. ഒരു ഡബിൾ ഫോട്ട് വേണം ഒരു കാർബോട്ട് ക്ലീൻ ചെയ്യാൻ. നമ്മൾ എത്ര രൂപ മേടിക്കും? അതിനോടി ആ ചെക്ക് കാണിച്ചേ ഉണ്ടല്ലേ. ഒരുപാട് സമയങ്ങൾ ഈ പണിക്കകത്ത് നമുക്ക് പോകുന്നുണ്ട്. ഇത് ഇളക്കാൻ തരുന്നത്, ഇതോടെ ഇളക്കണം. RS വാണ്ടഡ് അതിനകത്ത് പൂപ്പ് വേണം. RS വാണ്ടഡ് ആ ഫ്ലാറ്റ് സ്കൂട്ട് വേണം. സ്റ്റോപ്പ് ചെയ്യും നോക്കിയിട്ട് നല്ല ഇതും ഇളക്കണ്ട, ഇളക്കം വേണ്ട, ഇതുകൂടെ ഇളക്കിയേ ഇളക്കാവും. വേണ്ട RS വാണ്ടഡ് ഇത് താഴത്തത് ജെറ്റ് ലോക്കി പിടിച്ചിട്ട് ഇതിനകത്തെല്ലാം ക്ലാവ് വേണം. ക്ലീൻ ചെയ്യുമ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്താലേ അല്ല അത് പൊടിഞ്ഞ് ഇതിനകത്ത് ഇറങ്ങും. ഇത് ചെറിയ ജെറ്റ് അതിനകത്തെല്ലാം ക്ലാവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാർബൺ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. അല്ല നമ്മൾ കമ്പ്യൂട്ടർ കുത്തി ക്ലീൻ ചെയ്താലും ഉണങ്ങുമ്പോൾ വീണ്ടും അതേ. അപ്പോൾ നമുക്ക് ചെറിയൊരു തുണിക്കകത്ത് ഇച്ചിരി മതി, തുണിക്കകത്ത് ഇട്ടിട്ടൊന്ന് ഇത് കത്തിക്കുക. കത്തിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് നല്ല പൊടിഞ്ഞ് അങ്ങനെ കമ്പ്യൂട്ടർ കുത്തി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആവും. ജെറ്റൊന്നും അങ്ങനെ മാറാതിരിക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഒരു സിറ്റുവേഷൻ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരിക.
സബ്സ്ക്രൈബ് ചെയ്യുക.